അവർക്കിതിനെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് ടേക്ക് കെയർ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പിന്മാറുന്നവരുണ്ട്. ശരിക്കും നമുക്കൊരു ചെറിയ സ്പേസ് ആയാൽ പോലും, ഒരു ചെറിയ പോട്ടിൽ പോലും നമുക്കൊരു കാക്ടസോ സക്യുലൻസോ വെക്കാം. അങ്ങനെ നോക്കുമ്പോൾ കുറേ കൂടി ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന 2 പ്ലാന്റ്സ് ആണ്. എല്ലാവരും പറയും കാക്ടസിൻ്റെ പെട്ടെന്ന് ചീഞ്ഞു പോയി, സക്യുലൻ്റ് പെട്ടെന്ന് ചീഞ്ഞു പോയി എന്ന് പറയുന്നേക്കാം. പക്ഷേ നമ്മളതിനെ ഒന്ന് വാട്ടർ സ്പ്രേ മാത്രം ഒരു ത്രൈസ് ഇൻ എ വീക്ക് വാട്ടർ സ്പ്രേ ചെയ്താൽ തന്നെ കാക്ടസും സക്യുലൻസും ഹെൽത്തി ആയിട്ടിരിക്കും. ടേബിൾ ടോപ്പ് ആയിട്ട് വയ്ക്കാം. അതെ, നമുക്ക് ഗിഫ്റ്റ് ചെയ്യാം. കുട്ടികൾക്ക് പോലും ടേബിൾ ടോപ്പ് വെച്ച് കൊടുക്കാം. കോർപ്പറേറ്റ് ഓഫീസസിൽ എല്ലാവർക്കും ഒരു ലാപ്ടോപ്പിൻ്റെയോ സിസ്റ്റത്തിൻ്റെയോ അടുത്ത് പോലും ഒരു ലൈഫ് പ്ലാന്റ് നമുക്ക് വയ്ക്കാം. അതുപോലെ സിമിലർ ആയിട്ട് വയ്ക്കാൻ പറ്റുന്ന കുറച്ച് പ്ലാന്റ്സ് പറയുകയാണെങ്കിൽ ഇൻഡോറിലൊരു ലോ ലൈറ്റിലും ടോളറേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സ് പറയുകയാണെങ്കിൽ സ്നേക്ക് പ്ലാന്റ്, സീസി പ്ലാന്റ്, കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ ഒരു വലിയ ട്രീ പോലെയൊക്കെ വയ്ക്കണം എന്നുണ്ടെങ്കിൽ ഫിഡിൽ ലീഫ് ഫിഗ് ഉണ്ട്, പാച്ചിർ അക്വാട്ടിക്ക എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ട്, റബ്ബർ പ്ലാന്റ് ഉണ്ട്, ഫൈക്കസ് ഇലാസ്റ്റിക്ക എന്ന് പറയുന്ന പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ്.